അച്ഛനോട് എത്ര ജന്മം തീർത്താലും തീരാത്ത കടപ്പാടുണ്ട്. എനിക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ അച്ഛൻ MLA സ്ഥാനം വലിച്ചെറിഞ്ഞത്. അച്ഛനത് പറയുകയും ചെയ്തു. കുടുംബത്തെക്കാൾ വലുതല്ലല്ലോ MLA സ്ഥാനമെന്ന്. എന്റെ വിഷമം അതല്ല. എനിക്ക് വേണ്ടി അത്രയൊക്കെ അച്ഛൻ ചെയ്തിട്ടും എനിക്ക് അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛന് വേണ്ടിയല്ല, ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദേവിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തെന്ന് എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നു. ഉത്തരം കിട്ടിയില്ല. ഒരു കാഴ്ചക്കാരനെ പോലെ നിന്നു, അത്ര തന്നെ. നിനക്ക് കാഴ്ചക്കാരനായി നിൽക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ദേവികയെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, അവർ കണ്ടുപിടിക്കും. അതിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. നീ ആ ബലരാമനെ ന്യായീകരിക്കല്ലേ? സിദ്ധാർത്ഥൻ സാർ രാജിവെച്ചതിന്റെ വിജയാഘോഷം അവിടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞു. മദ്യം പൈപ്പ് വെള്ളം പോലെ ഒഴുകുകയായിരുന്നു. കുറ്റവാളി അയാൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരെ കൊണ്ട് അത് വിശ്വസിപ്പിക്കാന്നുള്ളതാണ് അയാളുടെ അഭ്യാസം. അങ്കിളത് വിശ്വസിക്കട്ടെ. ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇപ്പോഴേ ഒന്ന് തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞു. നീ കരുതിയിരിക്കണം. നിന്നെയും നിന്റെ കുടുംബത്തിനെയും മുച്ചൂട് നശിപ്പിക്കാനായിരിക്കും അയാളുടെ ആഗ്രഹം. നീ വിഷമിക്കണ്ട. ഞാനില്ലടാ നിന്റെ കൂടെ. എന്ത് വന്നാലും നമ്മൾ നേരിടും. ആ ഹരിയേട്ടാ. ആ സിധു വീട്ടിലാണോ? അതെ. എന്താ വിളിച്ചേ? കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? എന്ന് വെച്ചാ ഭീഷണിയോ വീടിന് മുന്നിൽ മുദ്രാവാക്യം വിളിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ബലരാമൻ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. MLA സ്ഥാനം ഞാൻ രാജിവെച്ചില്ലേ? സിദ്ധാർത്ഥ, തന്റെ MLA സ്ഥാനം പോരാ ബലരാമന്. എന്താ? ഞാനങ്ങനെ അറിഞ്ഞത്. നന്ദനെ പൂട്ടിയാലേ ബലരാമന്റെ കലി തൽക്കാലത്തേക്കെങ്കിലും അടങ്ങുകയുള്ളൂ. ആദ്യം നന്ദൻ, പിന്നെ ദേവിക. രണ്ടുപേരെയും അഴിക്കുള്ളിലാക്കണം. പിന്നെ ചന്ദ്രോത്തിന്റെ സർവനാശം. ബലരാമൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. അവൻ ഒരുങ്ങിക്കോട്ടെ, ഞാനും ഒരുങ്ങാം. ഇനി ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ആദ്യം താൻ നന്ദനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റാൻ നോക്കാം. എന്തിന്? ദൂരെയുള്ള ഏതെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട്. ഞങ്ങളുടെ വീട്ടിൽ ശരിയാവില്ല. ഞങ്ങളുടെ വീടും സെർച്ച് ലിസ്റ്റിൽ വരും. അതുകൊണ്ട് വല്ല ഉൾനാടൻ പ്രദേശമായിരിക്കും നല്ലത്. ന്യായാന്യായങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം നന്ദനെ സേഫാക്കുക. ശരി, ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ എന്നെ അറിയിക്കണം. ശരി. ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.